ആരെയും ഞാൻ ജാവിയയിലേക്കോ കുരുവട്ടൂരിലേക്കോ ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ മരണനേരം കുടുങ്ങാതിരിക്കാൻ ഒരു മശായിഖനെയും ഈ വ്യാജ ഉലമാക്കൾ പിഴച്ചതാണെന്നത് പറഞ്ഞതിൻ്റെ പേരിൽ നിന്ദിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കാര്യം കൂടെ ഇവിടെയുള്ള എൻ്റെ കൂടെയുള്ള AP-ക്കാരോടും സംഘടനക്കാരോടും മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകളോടും SYS-കാരോടും SSF-കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷേ ഒരൊറ്റ ധൈര്യം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ശൈഖുന. ആ ധൈര്യം അത് ഇത്രയും കാലം നിങ്ങളെ കൂടെ ചോര നീരാക്കി എൻ്റെ സമ്പത്തും സമയവും എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് എനിക്ക് കിട്ടാത്ത ഒരു മനസ്സമാധാനം, ഒരു ആത്മീയ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പരമമായ സത്യമാണ്. ആ ശൈഖുന എന്നെ അവിടുത്തെ റഹ്മത്ത് കൊണ്ട് എന്നെ നോക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് എന്നെയോ ഈ പ്രസ്ഥാനത്തെയോ എൻ്റെ അനുജനെയോ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെ സ്റ്റേജ് കെട്ടി അതിന് നിങ്ങൾക്ക് ധൈര്യമില്ല, ഭീരുക്കളാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കാൻ ആർക്കും വരാം, ഏത് സമയവും വരാം. എൻ്റെ ഫോൺ നമ്പറും എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ മെസ്സേജായി പ്രൈവറ്റിൽ അയച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പിലിരുന്ന് മോങ്ങാൻ ഏതാൾക്കും കയ്യും കൂട്ടരെ. ആണുങ്ങളെപ്പോലെ ഇതുപോലെ പരിപാടി വെച്ചിട്ട് സത്യമുണ്ടെങ്കിൽ മറുപടി പറയണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി ഞാൻ ഒരു കാലത്ത് ഞാൻ ഇത്രത്തോളം വെറുത്തിരുന്ന, എൻ്റെ നാവിൽ നിന്ന് ഇത്രത്തോളം ചീത്ത പറഞ്ഞിട്ടുള്ള, ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരേ ഒരു പണ്ഡിതൻ വന്യരായ അഹ്സനി ഉസ്താദിനെ ആദരപൂർവം ഈ എൻ്റെ നാട്ടിൽ ഈ ഹക്കായ ദീന് വിളിച്ചു പറയാൻ കാലഘട്ടത്തിൻ്റെ മശായിഖന്മാരുടെ മദദിൽ കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പണ്ഡിതൻ അഹ്സനി ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നതോടൊപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ കൂടി എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.